നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴയിൽ അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയം നവംബർ 3 പ്രവർത്തനം ആരംഭിക്കും. ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. റേഷൻ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൊടുപുഴ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് സദ്ഭാവന മണ്ഡപം നവംബർ 3 കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയപാത 85 അടിമാലി ലക്ഷം വീട് ഭാഗത്ത് മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നടപടികൾ തുടങ്ങി. ദേശീയപാത അതോറിറ്റിയുടെ നിരീക്ഷണത്തിൽ കരാർ കമ്പനിയാണ് മണ്ണ് നീക്കുന്നത്. എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം കോതമംഗലത്ത് ആരംഭിച്ചു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴയിൽ അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയം നവംബർ 3 പ്രവർത്തനം ആരംഭിക്കും. BJ ജോസഫ് MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിലാണ് കേന്ദ്രീയ വിദ്യാലയം താൽക്കാലികമായി പ്രവർത്തനം ആരംഭിക്കുന്നത്. തൊടുപുഴയിൽ പുതിയതായി അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയം നവംബർ 3 പ്രവർത്തനം ആരംഭിക്കും. രാജ്യത്താകെ 85 കേന്ദ്രീയ വിദ്യാലയങ്ങൾ അനുവദിച്ചപ്പോൾ കേരളത്തിലാകെ അനുവദിച്ച ഏക വിദ്യാലയമായ തൊടുപുഴ കേന്ദ്രീയ വിദ്യാലയത്തിൽ സ്കൂൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. താൽക്കാലികമായി വിദ്യാലയത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന തൊടുപുഴ ബോയ്സ് ഹൈസ്കൂളിൽ നിലവിലുണ്ടായിരുന്ന കെട്ടിടം ഉപയോഗയോഗ്യമല്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ MP ഫണ്ടിൽ നിന്നും ആവശ്യമായ തുക അനുവദിച്ച് പുതിയ കെട്ടിടം പണി പൂർത്തീകരിക്കുകയായിരുന്നു. പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിലാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത്. കേന്ദ്രീയ വിദ്യാലയത്തിന്റെ സ്ഥിരം കെട്ടിടം നിർമ്മിക്കുന്നത് മ്രാലയിലുള്ള 8 ഏക്കറോളം വരുന്ന റവന്യൂ ഭൂമിയിലാണ്. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സ്കൂൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുതിയ കെട്ടിടം 3 വർഷത്തിനുള്ളിൽ മ്രാലയിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നതാണ്. നടപ്പ് അധ്യയന വർഷം 1 മുതൽ 5 വരെയുള്ള ക്ലാസുകളിലാണ് അധ്യയനം ആരംഭിക്കുന്നത്. ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ വീതം ആകെ 200 കുട്ടികൾക്കാണ് ഈ വർഷം പ്രവേശനം നൽകുന്നത്. മുഴുവൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിച്ചതായി സ്കൂൾ പ്രിൻസിപ്പൽ അലക്സ് ജോസ് അറിയിച്ചു. 1 തൊട്ട് 5 വരെ തുടങ്ങാനായിട്ടാണ് ഇപ്പോൾ അനുമതി ലഭിച്ചത്. അപ്പോൾ 5 ക്ലാസ്സുകളിലെ അഡ്മിഷൻ പൂർത്തിയാക്കി ഇന്ന് നമ്മൾ സാറ് പറഞ്ഞ പോലെ ഇന്നാണ് നമുക്ക് ക്ലാസ് തുടങ്ങേണ്ടത്. ഇന്ന് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ക്ലാസ്സിലും നമ്മൾ വിചാരിച്ചതിലും നന്നായിട്ട് ആപ്ലിക്കേഷൻസ് ലഭിക്കുകയുണ്ടായി. എല്ലാ ക്ലാസ്സിലും നമുക്കൊരു 40 നമ്മുടെ റൂൾ അനുസരിച്ച് ഒരു ക്ലാസിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പലയിടത്തും നമുക്ക് അതിന്റെ 2-3 ഇരട്ടി ആപ്ലിക്കേഷൻസ് ഓരോ ക്ലാസ്സിലേക്കും ലഭിച്ചു. അപ്പോൾ കിട്ടിയ ആപ്ലിക്കേഷൻസ് അതിന്റെ റൂള് അനുസരിച്ച് അതിനെയൊക്കെ സോർട്ട് ചെയ്ത് അപ്പോൾ അർഹരായ കുട്ടികൾക്കെല്ലാം അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ചില SC/ST വിഭാഗത്തിൽപ്പെട്ട ചില സീറ്റുകൾ ബാക്കിയുണ്ട്. അതിന്റെ പെർസെൻറ്റേജ് അനുസരിച്ചുള്ളത് ആ സീറ്റുകൾ ഒഴിച്ചിട്ടിട്ടുണ്ട്. അതിനുള്ള അഡ്വർടൈസ്മെന്റ് ഓൾറെഡി പ്രസ് ക്ലബിന് ഇന്നലെ കൈമാറിയിരുന്നു. പിന്നെ നമ്മുടെ വെബ്സൈറ്റിലും നമ്മുടെ വെബ്സൈറ്റ് ഇടുക്കി കേന്ദ്രീയ വിദ്യാലയത്തിന്റെ വെബ്സൈറ്റാണ് ഉപയോഗിക്കുന്നത്. അവിടെയും നമ്മുടെ നോട്ടീസ് ബോർഡിലൊക്കെ അതിനുള്ള അഡ്വർടൈസ്മെന്റ് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അത് ഒരാഴ്ച കൂടി അതിന്റെ ആപ്ലിക്കേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആർക്കെങ്കിലും സമർപ്പിക്കാനുണ്ടെങ്കിൽ അവർക്ക് സമർപ്പിക്കാവുന്നതാണ്. അതോടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ കംപ്ലീറ്റ് ആവും. അപ്പം നമ്മൾ ഏകദേശം ഒരു 200 പിള്ളേർ, ഒരു പെർ ക്ലാസ് 40 പിള്ളേർ വെച്ചിട്ടൊരു 200 കുട്ടികളാണ് അഡ്മിറ്റ് ചെയ്യേണ്ടത്. ദേശീയ വിദ്യാഭ്യാസ നയമനുസരിച്ച് സാധാരണക്കാരായ കുട്ടികൾ ഉൾപ്പെടെ സാമ്പത്തികമായി ദുർബല വിഭാഗത്തിൽപ്പെടുന്ന 10 കുട്ടികൾക്ക് എല്ലാ വർഷവും 1-ാം ക്ലാസ്സിൽ സൗജന്യമായി പ്രവേശനം ലഭിക്കും. ശേഷിക്കുന്ന സീറ്റുകളിലേക്ക് മുൻഗണനയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ നറുക്കിട്ടാണ് പ്രവേശനം നൽകുന്നതെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇടുക്കി ജില്ലയുടെ, പ്രത്യേകിച്ച് തൊടുപുഴ മേഖലയുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെ ജില്ലയുടെ സമഗ്രമായ പുരോഗതിക്ക് ഗുണകരമാകുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ഇത് സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു സാഹചര്യം ഉണ്ട്. ഞാനിവിടെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. സംസ്ഥാനത്താകെ അനുവദിച്ച ഒരെണ്ണമാണ്. അതോടൊപ്പം തന്നെ തൊടുപുഴയിൽ തന്നെ അതിന് അനുമതി ലഭിക്കുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു ബാച്ചിൻ്റെ ക്രമീകരണവും ഈ അക്കാദമിക വർഷത്തിൽ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിനെ കുറിച്ചൊന്നും യാതൊരു ഭയാശങ്കയുടെ ആവശ്യമില്ല. അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ആയി കഴിഞ്ഞു. ഇപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണർ, നമ്മുടെ കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ കേരളത്തിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീ സന്തോഷ് കുമാർ,
അദ്ദേഹം ഉൾപ്പെടെ പല പ്രാവശ്യം ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തി. അതിൻ്റെ ക്രമീകരണങ്ങളെ കുറിച്ച് പ്രിൻസിപ്പൽ അദ്ദേഹം ശ്രീ അലക്സ് അദ്ദേഹമാണ് പ്രിൻസിപ്പലായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം അക്കാദമികമായ കാര്യങ്ങളെ സംബന്ധിച്ച് നവംബർ 3 രാവിലെ 10 മണിക്ക് തൊടുപുഴ ബോയ്സ് ഹൈസ്കൂളിൽ ചേരുന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം നിർവഹിക്കും. പി ജി ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക്, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, കേന്ദ്രീയ വിദ്യാലയ സംഗതൻ ഡെപ്യൂട്ടി ഡയറക്ടർ സന്തോഷ് കുമാർ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ മുതലായവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും MP അറിയിച്ചു. തൊടുപുഴയിലെ വിദ്യാലയത്തിന്റെ പ്രവർത്തനോദ്ഘാടനമാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത്. രാജ്യത്ത് ആകമാനം അനുവദിച്ച 85 വിദ്യാലയങ്ങളുടെയും ഔപചാരിക ഉദ്ഘാടനം പ്രധാനമന്ത്രി പിന്നീട് നിർവഹിക്കുമെന്നും MP പറഞ്ഞു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപകും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റേഷൻ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൊടുപുഴ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. മുൻ MLAയും AKRRDA സംസ്ഥാന പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് കെവിൻ ജോർജ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. റേഷൻ ഡീലേഴ്സ് സിന്ദാബാദ്, റേഷൻ ഡീലേഴ്സ് സിന്ദാബാദ്, സൂചന സമരം സിന്ദാബാദ്, സൂചന സമരം സിന്ദാബാദ്. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിൻ ഗതി മാറിയിടും. 2018 നിലവിൽ വന്ന വേതന പാക്കേജ് പരിഹരിക്കുക, KTPDS നിയമം പരിഷ്കരിക്കുക, ക്ഷേമനിധി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റേഷൻ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൊടുപുഴ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. മുൻ MLAയും AKRD സംസ്ഥാന പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ ഉദ്ഘാടനം നിർവഹിച്ചു. വേതന പാക്കേജ് വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം നിരവധി സമരങ്ങൾ നാം നടത്തി. ഈ തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിൽ തന്നെ എത്രയോ സമരങ്ങൾ, സത്യഗ്രഹ സമരം, മാർച്ച്, കടയടപ്പ് സമരം, രാപ്പകൽ സമരം എന്ന് വേണ്ട എല്ലാ വിധത്തിലുമുള്ള സമരമാർഗങ്ങളിലൂടെ 2018 മുതൽ നമ്മൾ സമരരംഗത്താണ്. നാമമാത്രമായ വരുമാനം കൊണ്ട് റേഷൻ വ്യാപാരികൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് കണ്ടതുകൊണ്ടാണ് നമ്മൾ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരരംഗത്ത് വന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ നിരന്തരമായ സമരങ്ങൾക്കൊടുവിൽ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് തന്നെ ഒരു 3-അംഗ കമ്മിറ്റിയെ നമ്മുടെ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി നിയോഗിച്ചു. ആ 3-അംഗ കമ്മിറ്റി കേരളം മുഴുവൻ സഞ്ചരിച്ച് തെളിവെടുപ്പ് നടത്തി ഗവൺമെന്റിന് കൊടുത്ത റിപ്പോർട്ട് 2024 മെയ് മാസം 31-ാം തീയതി ഗവൺമെന്റ് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ഇന്നത്തെ നിലയിൽ റേഷൻ വ്യാപാരിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്നത്തെ വരുമാനം കൊണ്ട് ഒരു റേഷൻ വ്യാപാരിക്കും കച്ചവടം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 25% വർധനവെങ്കിലും അവർക്ക് നൽകണം. 45 ക്വിന്റൽ എന്നുള്ള മിനിമം വച്ചിരിക്കുന്ന ആ തോത് അത് 30 ക്വിന്റലായി ചുരുക്കണം. ഈ ആവശ്യങ്ങളാണ് അംഗീകരിച്ചുകൊണ്ട് ആ കമ്മിറ്റി ഗവൺമെന്റ് റിപ്പോർട്ട് സമർപ്പിച്ചത്. 2024 മെയ് മാസം 31-ാം തീയതി റിപ്പോർട്ട് കൊടുത്തു. പ്രിയമുള്ളവരെ, ആ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ പോലും ഗവൺമെന്റ് തയ്യാറായില്ല. എത്രയോ പ്രാവശ്യം നമ്മൾ ഈ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു ആ റിപ്പോർട്ട് ചർച്ച ചെയ്യണം. ഏറ്റവും ഒടുവിൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചു, കടയടപ്പ് നടത്തി. അന്ന് വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രി ഇടപെട്ട് സമരം പിൻവലിപ്പിച്ചു. പക്ഷേ ആ റിപ്പോർട്ട് ചർച്ചയ്ക്കെടുക്കുവാൻ പിന്നെയും തയ്യാറായില്ല. അഡ്വക്കേറ്റ് കെവിൻ ജോർജ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ധർണാ സമരത്തിൽ തൊടുപുഴ താലൂക്ക് പ്രസിഡന്റ് തോമസ് വർക്കി, സെക്രട്ടറി ML ഡൊമിനിക്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജയലക്ഷ്മി, ജില്ലാ പ്രസിഡന്റ് SM റെജി, ജോയിന്റ് സെക്രട്ടറിമാരായ TS കാസിം, ജാൻസി ജോൺ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് സദ്ഭാവന മണ്ഡപം നവംബർ 3-ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം, ബ്ലോക്ക് മെമ്പർ മാത്യു കെ ജോൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. PJ ജോസഫ് MLA, ജില്ലാ കളക്ടർ എന്നിവർ ഉൾപ്പെടെ പ്രമുഖ വ്യക്തികൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പദ്ധതി പ്രകാരം ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച 1,40 ലക്ഷം രൂപ വിനിയോഗിച്ച് വെള്ളിയാമറ്റം പഞ്ചായത്തിലെ കറുകപ്പള്ളിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സദ്ഭാവന മണ്ഡപം നവംബർ 3-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവലം, ബ്ലോക്ക് മെമ്പർ മാത്യു കെ ജോൺ എന്നിവർ
വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ ഒരു പ്രോജക്റ്റാണ് 60-40 റേഷ്യോയിൽ സംസ്ഥാന സർക്കാരുമായി ചേർന്നുള്ള ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഈ സദ്ഭാവന മണ്ഡപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ടുള്ള ഒരു വിശാലമായ ഓഡിറ്റോറിയമാണ്. ഒരു ഇൻഡോർ കോർട്ടിന്റെ ഒക്കെ ഒരു മിനി ഇൻഡോർ കോർട്ടിന്റെ ഒക്കെ ഒരു ഒരു പ്രയോജനം കിട്ടുന്ന വിധത്തിൽ ആണ് അതിന്റെ പണി പൂർത്തീകരിക്കുന്നത്. അപ്പോ ആദ്യഘട്ടത്തിൽ ചില ബ്ലോക്കുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഇളന്തേശം ബ്ലോക്ക്, നെടുങ്കണ്ടം ബ്ലോക്ക്, നമ്മുടെ ജില്ലയിൽ നിന്നും അങ്ങനെ 2 ബ്ലോക്കുകളാണ് ഈ പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ സെലക്ട് ചെയ്യപ്പെട്ടത്. അപ്പൊ നമുക്ക് തൊടുപുഴയിൽ ഇടന്തേശം ബ്ലോക്കിന്റെ പരിധിയിലുള്ള ഈ ഒരു പ്രോജക്റ്റ് അനുവദിച്ച് കിട്ടി. അതോടൊപ്പം തന്നെ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ 2 പ്രോജക്റ്റുകൾ അത് കിട്ടിയിരുന്നു. ഒന്ന് രാജാക്കാട് PHCയുടെ വനിതാ വാർഡ് നിർമ്മാണം, അതോടൊപ്പം തന്നെ ഇതുപോലെ തന്നെ ഒരു സദ്ഭാവന മണ്ഡപം നെടുങ്കണ്ടത്ത്. അങ്ങനെ 2 പ്രോജക്റ്റുകൾ അവർക്കും ഇവിടെ ഒരു പ്രോജക്റ്റ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് അതിന്റെ ഉദ്ഘാടന സജ്ജമായ ഒരു സ്ഥിതിയിലെത്തി. ഏകദേശം ഒരു 100-150 വരുന്ന ആളുകൾക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഫംഗ്ഷൻസ് എല്ലാം നടത്താൻ പറ്റുന്ന, വേണ്ടി വന്നാൽ ഒരു മിനി ഇൻഡോർ കോർട്ടായിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ബാൽക്കണി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ഷട്ടിൽ കോർട്ട്, വോളിബോളൊക്കെ നടത്താൻ പറ്റുന്ന ഒരു സജ്ജീകരണമാണ്. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്ന വെള്ളിയാമറ്റം, ആലക്കോട്, കുടിയത്തൂർ പഞ്ചായത്തുകളിലെ യുവജനങ്ങൾക്കും വയോജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്നതിന് ലക്ഷ്യമിട്ടാണ് സദ്ഭാവന മണ്ഡപം പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. കലാകായിക രംഗവും സാംസ്കാരിക ഉന്നമനവും വളർത്തുന്നതിനുള്ള കർമ്മ പദ്ധതികളും സദ്ഭാവന മണ്ഡപത്തിന്റെ പ്രവർത്തന പരിധിക്കുള്ളിൽ വരും. ഉദ്ഘാടന യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP അധ്യക്ഷത വഹിക്കും. PJ ജോസഫ് MLA മുഖ്യ പ്രഭാഷണം നിർവഹിക്കും. ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാത്ത് റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരളപ്പിറവി ദിനത്തിൽ വയോജനങ്ങൾക്ക് വിനോദയാത്രയൊരുക്കി കാമാക്ഷി ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന കേരളപ്പിറവി ദിനാഘോഷവും വിനോദയാത്രയും ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളമഠത്തിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി 4ാം വർഷവും വയോജനങ്ങൾക്കായി വിനോദയാത്രയൊരുക്കി കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് മാതൃകയായി. സഫലം എന്ന പേരിലാണ് പഞ്ചായത്ത് എല്ലാ വർഷവും വയോജനങ്ങൾക്ക് വിനോദയാത്രയൊരുക്കുന്നത്. പഞ്ചായത്ത് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ഓർമ്മച്ചെപ്പ്, വയോജന സംഗമത്തിൽ നടത്തപ്പെടുന്ന വിവിധ മത്സരങ്ങളിലെ വിജയികൾ, മികച്ച കലാപ്രകടനങ്ങൾ നടത്തുന്ന വ്യക്തികൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് വിനോദയാത്ര സംഘത്തെ തിരഞ്ഞെടുക്കുന്നത്. പഞ്ചായത്തിലെ 30 അംഗനവാടികൾ രൂപീകരിച്ച സൗഹൃദ സായന്തന ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് വയോജന സംഗമങ്ങളും ടൂറുമൊക്കെ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്നത്. ഈ വർഷം ടൂർ തമിഴ്നാട്ടിലെ കമ്പം, മുന്തിരിപ്പാടം, തേനിച്ചന്ത, മധുര മീനാക്ഷി ക്ഷേത്രം, മധുര വിരുദുനഗർ ട്രെയിൻ യാത്ര എന്നിവിടങ്ങളിൽ സംഘം സന്ദർശനം നടത്തും. പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന കേരളപ്പിറവി ദിനാഘോഷവും വിനോദയാത്രയും ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചെള്ളാമഠത്തിന്റെ അധ്യക്ഷതയിൽ യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഷേർലി ജോസഫ് സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. CDS ചെയർപേഴ്സൺ ലിസി മാത്യു, തങ്കമണി SEB ബോർഡ് മെമ്പർ സുകുമാരൻ നായർ ചെറിയകണ്ടം, വാവച്ചൻ തിരുവാതുക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. അനിമോൾ MP, ജോളി കുരുവിള, സെലിൻ വാണിശ്ശേരി, ആനിയമ്മ കുരുവിള, വത്സമ്മ AK, വിലാസിനി KB, സരിത KB, ഷിജിമോൾ CT, സൗഹൃദ സായന്തന ക്ലബ്ബ് പഞ്ചായത്ത് തല ഭാരവാഹികളായ ശിവദാസ് പാറയിൽ, കുഞ്ഞുമോൻ ചിറ്റെടുത്ത്, ജോസഫ് കല്ലിങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നല്ല സുഖകരമായ യാത്രയായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും അടിച്ചുപൊളിച്ച് വരുന്നതിൽ വളരെ സന്തോഷം. ഇതിൻ്റെ വയോജന സംഗമത്തിൽ ടൂറിന് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. എനിക്ക് വന്നതിന് എനിക്ക് നല്ല അനുഭവമാണ് കിട്ടിയിരിക്കുന്നത്. വളരെ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ്. ഞാൻ കാമാക്ഷി പഞ്ചായത്തിൻ്റെ 4ാം വാർഡിലുള്ള ഒരാളാണ്. ആദ്യമായിട്ട് വരുന്നതാണ് ഈ യാത്രയ്ക്ക്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ശാപ്പാടുമൊക്കെ നല്ല ഫസ്റ്റ് ഡീസൻ്റ് ഏർപ്പാടായി. ഈ പ്രായമാകുമ്പോൾ നമുക്കുണ്ടാകുന്ന വിരസതകളിൽ നിന്നെല്ലാം ഒഴിവായി ഒരു സന്തോഷത്തിൻ്റെയും ഒരു ആഹ്ലാദത്തിൻ്റെ ഒരു ദിനമായി ഇത് നന്നാക്കാൻ പറ്റിയതിൽ പിന്നെ കാമാക്ഷി അധികൃതരോടും കാമാക്ഷി പഞ്ചായത്ത് മെമ്പർമാരോടും പ്രത്യേകിച്ച് ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
ദേശീയപാത 85 അടിമാലി ലക്ഷം വീട് ഭാഗത്ത് മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നടപടികൾ തുടങ്ങി. ദേശീയപാത അതോറിറ്റിയുടെ നിരീക്ഷണത്തിൽ കരാർ കമ്പനിയാണ് മണ്ണ് നീക്കം ചെയ്യുന്നത്. ഏതാനും ദിവസത്തിനകം ദേശീയപാതയിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് പൂർണ്ണമായി നീക്കാനാകുമെന്നാണ് പ്രതീക്ഷ. മണ്ണിടിഞ്ഞ് ദേശീയപാത വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ട് ഒരാഴ്ച പിന്നിട്ടു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലായിരുന്നു ദേശീയപാത 85 അടിമാലി ലക്ഷം വീട് ഭാഗത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ചത്. നിർമ്മാണ ജോലികൾ നടന്നിരുന്ന പാതയോരത്ത് നിന്നും വലിയ മണ്ണിടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു. ഇതോടെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. അടിമാലി ടൗണിൽ നിന്നും കൂമ്പൻപാറയിൽ നിന്നും ഇടവഴികളിലൂടെയാണ് ഇപ്പോൾ ഗതാഗതം പുനഃക്രമീകരിച്ചിട്ടുള്ളത്. ദുരന്തശേഷം മണ്ണ് നീക്കാൻ കരാർ കമ്പനി ശ്രമം നടത്തിയിരുന്നെങ്കിലും തങ്ങളുടെ പുനരധിവാസ കാര്യത്തിൽ തീരുമാനമാകാതെ മണ്ണ് നീക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു പ്രദേശവാസികൾ. ഇന്നലെ രാത്രിയിൽ ജില്ലാ കളക്ടർ നേരിട്ട് അടിമാലിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി കുടുംബങ്ങളുമായി സംസാരിക്കുകയും കുടുംബങ്ങളുടെ ആശങ്കകളിൽ പരിഹാരമാർഗം ഉറപ്പു നൽകുകയും ചെയ്ത ശേഷമാണ് ഇന്ന് രാവിലെ മുതൽ ദുരന്തം സംഭവിച്ച ഭാഗത്തു നിന്ന് മണ്ണ് നീക്കി തുടങ്ങിയിട്ടുള്ളത്. ദേശീയപാതയിൽ വലിയ തോതിൽ മണ്ണ് കൂടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട്. ഏതാനും ദിവസത്തിനകം ദേശീയപാതയിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് പൂർണ്ണമായി നീക്കാനാകുമെന്നാണ് പ്രതീക്ഷ. മണ്ണ് മാറ്റിയ ശേഷം സ്ഥലത്തിന്റെ ഘടന പരിശോധിക്കും. പിന്നീടാകും സംരക്ഷണ ഭിത്തി നിർമ്മാണം അടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങളിൽ തീരുമാനം കൈക്കൊള്ളുക. ഇതിനുശേഷം മാത്രമേ ദേശീയപാത വഴി ഗതാഗതം പുനഃസ്ഥാപിക്കുവാനാകൂ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കല്ലാർ വട്ടിയാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ദേശീയപാതയോരത്ത് താഴത്തെ കല്ലാറിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 2018 പ്രളയകാലത്ത് പഴയ കെട്ടിടത്തിന് ബലക്ഷയം വന്നതോടെയായിരുന്നു പുതിയ കെട്ടിടം നിർമ്മിക്കുവാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. സംസ്ഥാന സർക്കാരിന്റെ 1 കോടിയിലധികം രൂപയും പള്ളിവാസൽ പഞ്ചായത്ത് വകയിരുത്തിയ തുകയും വിനിയോഗിച്ചാണ് കല്ലാർ വട്ടിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. 2018 പ്രളയകാലത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിനുണ്ടായിരുന്ന പഴയ കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചു. ഈ കെട്ടിടം പൊളിച്ചു നീക്കി അതേ സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു. അഡ്വക്കേറ്റ് എ രാജ MLA പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം PHC അല്ലെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരമാവധി ആളുകൾ നേരിട്ട് എത്തി ചികിത്സ നേടുന്ന ഒരു കേന്ദ്രങ്ങളാണ്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫണ്ടുകളുടെ പര്യാപ്തതയെല്ലാം ഉള്ള സമയത്തും 2 കെട്ടിടങ്ങൾക്ക് ഈ പ്രദേശത്ത് കാന്തളൂരും അതുപോലെ പള്ളിവാസലിലും ഫണ്ടുകൾ അനുവദിച്ച് ഇപ്പോൾ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ നമ്മൾ നേടിയ നേട്ടം എന്ന് പറയുന്നത് ഒരു ചെറിയ നേട്ടമല്ല. ഇന്ന് ഇന്ത്യയിൽ തന്നെ കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ 1 എന്ന് പറയുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തോട്ടം മേഖലയിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങളടക്കം ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് കല്ലാറിലെ കുടുംബാരോഗ്യ കേന്ദ്രം. ആദ്യം പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്ന ചികിത്സാലയത്തെ പിന്നീട് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുകയായിരുന്നു. കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഉദ്യോഗസ്ഥ പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം കോതമംഗലത്ത് ആരംഭിച്ചു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം നഗരസഭാ ചെയർമാൻ KK ടോമി അധ്യക്ഷത വഹിച്ചു. മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് അഗസ്റ്റിൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് റവന്യൂ ജില്ലാ ശാസ്ത്രമേള നടക്കുന്നത്. എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം ആരംഭിച്ചു. കോതമംഗലം മാർബേസൽ ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് അഗസ്റ്റിൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായാണ് റവന്യൂ ജില്ലാ ശാസ്ത്രമേള നടക്കുന്നത്. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം നഗരസഭാ ചെയർമാൻ KK ടോമി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PIM ബഷീർ, കോതമംഗലം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റഷീദ സലീം, റാണിക്കുട്ടി ജോർജ്, എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സുബിൻ പോൾ, HSS RDD സതീഷ് J, VHSC AD നവീന P, തോമസ് പീറ്റർ, നിയാസ് M, മുജീബ് റഹ്മാൻ, ജോമോൻ ജോസ്, സലീന ജോർജ്, അജ്മൽ CA, ബിജോയ് KS, G ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ എറണാകുളം ജില്ലയിലെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ തലങ്ങളിൽ നിന്ന് 8000 വിദ്യാർത്ഥികൾ 400ഓളം സ്കൂളുകളിൽ നിന്ന്
8000 വിദ്യാർത്ഥികളാണ് നമ്മുടെ ഈ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുക. ശാസ്ത്രമേളയിൽ വിവിധ മത്സരങ്ങളിൽ 1-2 സ്ഥാനങ്ങൾ നേടുന്ന കുട്ടികൾ പാലക്കാട് വെച്ച് നടക്കുന്ന 7-ാം തീയതി മുതൽ ആരംഭിക്കുന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ നമ്മുടെ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. വളരെ മികച്ച രീതിയിൽ മത്സരങ്ങൾ മുന്നോട്ട് പോകുന്നു. നമ്മുടെ ഭാവിയിൽ നമ്മുടെ സമൂഹത്തിന് സഹായകരമായിട്ടുള്ള പല സംഭാവനകൾ നൽകാൻ കഴിയുമായിട്ടുള്ള പ്രതിഭകളാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിൽ ഈ 2 ദിവസം വന്നു പോകുന്നത്. ഏകദേശം ഫസ്റ്റ് ഡേയിൽ 400ഓളം കുട്ടികളും സെക്കൻഡ് ഡേയിൽ 300ഓളം കുട്ടികളുമാണ് പങ്കെടുക്കുന്നത്. വളരെ നല്ല രീതിയിൽ എല്ലാ റൂമുകളിലും നല്ല രീതിയിൽ കുട്ടികളുടെ പ്രദർശനം നടക്കുന്നു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, ഈ തവണ മാനുവൽ പരിഷ്കരണത്തിലൂടെ 3 ഇനങ്ങൾ ഓൺ ദി സ്പോട്ടായിട്ട് സയൻസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് റോബോട്ടിക്സ്, ഇലക്ട്രോണിക്സ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുഭാവമേകാൻ ബെല്ല ബ്യൂട്ടിക് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ പാലാ റോഡിൽ ആശീർവാദ് തിയേറ്ററിന് സമീപം കോക്കണ്ടത്തിൽ പ്ലാസയിലാണ് ബെല്ല ബ്യൂട്ടിക് പ്രവർത്തനം ആരംഭിച്ചത്. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു ധർണയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുഭാവമേകാൻ ബെല്ല ബ്യൂട്ടിക് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ പാലാ റോഡിൽ ആശീർവാദ് തിയേറ്ററിന് സമീപമാണ് ബെല്ല ബ്യൂട്ടിക് പ്രവർത്തനം ആരംഭിച്ചത്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു ധർണയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് ധാരാളം ആളുകൾക്ക് വലിയ ഷോപ്പിൽ പോകാതെ തന്നെ നല്ല ഡ്രസ് മെറ്റീരിയൽസ് ഇതുപോലുള്ള കടകളിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് തൊടുപുഴക്കാരെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം ആളുകൾക്ക് ഏറ്റവും അടുത്ത് പാർക്ക് ചെയ്ത് നമുക്ക് വാങ്ങാൻ പറ്റുന്നത് നമ്മളെ സംബന്ധിച്ചൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ. മെഡേറ കളക്ഷൻസ് ഉടമ ദിവ്യ പ്രജീഷ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി നവാസ് CK, യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ബ്രൈഡൽ ഡിസൈനിങ് ആൻഡ് ഹാൻഡ് എംബ്രോയിഡറി വളരെ മികച്ച നിലവാരത്തിൽ ഇവിടെ ചെയ്തു നൽകും. കസ്റ്റമൈസ്ഡ് കുർത്തീസ് ആൻഡ് കിഡ്സ് ഫ്രോക്സ്, കസ്റ്റമൈസ്ഡ് ബ്രൈഡൽ ബ്ലൗസ് ആൻഡ് ലെഹങ്ക, ഹാൻഡ് പിക്ഡ് സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, ഡ്രസ് മെറ്റീരിയൽസ്, ഹാൻഡ് എംബ്രോയിഡറി, ആരി വർക്ക്, എല്ലാത്തരം വസ്ത്രങ്ങളുടെയും സ്റ്റിച്ചിങ്, ഡിസൈനിങ് വർക്ക് തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു.
നന്മ സാംസ്കാരിക വേദി ലൈബ്രറി ആൻഡ് മ്യൂസിക്കൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പുസ്തക പ്രകാശനം നടന്നു. യുവ എഴുത്തുകാരൻ രതീഷ് നെടുങ്കണ്ടം എഴുതിയ 18 കഥകളുടെ സമാഹാരം പാത്തിക്കാലൻ ദേശീയ സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് മൊബിൻ മോഹൻ പ്രകാശനം ചെയ്തു. അണക്കര GHSS അധ്യാപികയും എഴുത്തുകാരിയുമായ പ്രീത KS ആദ്യ പ്രതി ഏറ്റുവാങ്ങി. നന്മ സാംസ്കാരിക വേദി വൈസ് പ്രസിഡന്റും എഴുത്തുകാരിയുമായ ലേഖ ത്യാഗരാജൻ ആദ്യ പ്രതി സമർപ്പിച്ചു. നന്മ സാംസ്കാരിക വേദി ലൈബ്രറി ആൻഡ് മ്യൂസിക്കൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പുസ്തക പ്രകാശനം നടന്നു. നന്മ സാംസ്കാരിക വേദി പ്രസിഡന്റ് കുഞ്ഞുമോൻ കൂട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. യുവ എഴുത്തുകാരൻ രതീഷ് നെടുങ്കണ്ടം എഴുതിയ 18 കഥകളുടെ സമാഹാരം പാത്തിക്കാലൻ ദേശീയ സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് മോബിൻ മോഹൻ പ്രകാശനം ചെയ്തു. കഥകൾ കേൾക്കുമ്പോൾ എത്രയോ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഥകൾ കേൾക്കാം, അത് മരണം മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും കഥകൾ കേൾക്കുമ്പോൾ മനുഷ്യൻ കൂടുതൽ അതിജീവിക്കുന്നവരായി തീരുക. അങ്ങനെയാണ് ശ്രീമദ് ഭാഗവത കഥകൾ ഉണ്ടാകും. മറ്റൊരു കഥയെ പറ്റി ഞാൻ പറഞ്ഞ ഒരു ചക്രവർത്തി. ആ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിച്ച ഒരു മനുഷ്യൻ. കവിയും എഴുത്തുകാരനുമായ സുഗതൻ കരുവാറ്റ പുസ്തകം പരിചയപ്പെടുത്തി. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വിഷമത്തോടെയാണ് ഇതിൽ കയറുമാറി പോകുമ്പോൾ അമ്പിളിപ്പശുവിൻ്റെ മനസ്സിലുള്ളത് തൻ്റെ കുഞ്ഞുങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് പോയ ആളാണ്. അതുകൊണ്ട് അവരെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയ അങ്ങനെയാണ് അമ്പിളിപ്പശു വളരെ വിഷമത്തോടെ ആ വണ്ടിയിൽ കയറി വണ്ടിയുടെ കുലുക്കവും എല്ലാം നടന്ന് കുഞ്ഞുങ്ങളെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ടാണ് ആ അമ്പിളി പശു പോകുന്നത്. പക്ഷേ അറവശാലയിലെത്തുന്ന അമ്മിണിക്കുട്ടിയെ കെട്ടിച്ചോട്ട് സംഭവം അമ്മിണിക്കിയുടെ കുഞ്ഞുങ്ങളെ എന്നും അവിടെ കാണുന്നില്ല. പക്ഷെ അമ്മിണിക്ക് പരിചയമുള്ള ഒരു പശുക്കളുടെയൊക്കെ അവയവങ്ങൾ വെട്ടി നിർത്തിയിരിക്കുന്ന വിരുദ്ധമായ കാഴ്ച അമ്മിണി പശു കാണുന്നു. അന്നേരത്തേക്കാണ് ഒരൊറ്റ അടി തിരുനെറ്റിയിൽ അടി വീടും. ബോധം പറഞ്ഞ് അമ്മിണി പശു നിലത്ത് വീഴുമ്പോൾ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു വല്ലാത്ത ബോധത്തിൽ അമ്മിണി പശു ഒരു സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം കാണുന്നത് എല്ലാം കുഞ്ഞുങ്ങളെല്ലാം ഓടി കളിക്കുന്നു. ആ സാറാമ്മ ചേട്ടത്തി അതിന് പുല്ലും വെള്ളവും കൊടുക്കുന്നു. അണക്കര GHSS അധ്യാപികയും എഴുത്തുകാരിയുമായ പ്രീത KS ആദ്യ പ്രതി ഏറ്റുവാങ്ങി. നന്മ സാംസ്കാരിക വേദി വൈസ് പ്രസിഡന്റും എഴുത്തുകാരിയുമായ ലേഖ ത്യാഗരാജൻ ആദ്യ പ്രതി സമർപ്പിച്ചു. സാംസ്കാരിക വേദി സെക്രട്ടറി ബാബു M തോമസ്, BEd കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സതീഷ് കുമാർ, വിദ്യാഭ്യാസ ചിന്തകനും പ്രഭാഷകനുമായ പ്രൊഫസർ ഡോക്ടർ MJ മാത്യു, ഗവൺമെന്റ് UP സ്കൂൾ HM CB പോൾ, സ്മിത KR, പച്ചടി SNLP സ്കൂൾ അധ്യാപിക ഗൗരി പാർവതി, സാംസ്കാരിക വേദി അംഗങ്ങളായ ഷിജു ഉള്ളുരുപ്പിൽ, ഷിബു ശിവൻ, സരിൻ ചിത്രാലയം, ഷീബ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. തൊടുപുഴ ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസിൽ തകർപ്പൻ റിഡക്ഷൻ സെയിൽ. എല്ലാവിധ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾക്കും 50% മുതൽ 70% വരെ വിലക്കുറവ് ലഭ്യമാണ്. തൊടുപുഴ ഗാന്ധി സ്ക്വയറിന് സമീപം പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസിലേക്ക് എല്ലാ ഉപഭോക്താക്കളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. തൊടുപുഴ ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസിൽ തകർപ്പൻ റിഡക്ഷൻ സെയിൽ. എല്ലാവിധ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾക്കും 50% മുതൽ 70% വരെ വിലക്കുറവ് ലഭ്യമാണ്. ഓഫറിന്റെ ഭാഗമായി കാവിമുണ്ട്, ലുങ്കി, കളർമുണ്ട് 99 രൂപ മുതലും, ലെഗിങ്സ് 79 രൂപ മുതലും, ഡബിൾ മുണ്ട് 199 രൂപ മുതലും, സിംഗിൾ മുണ്ട് 149 രൂപ മുതലും, സാരികൾ 139 രൂപ മുതലും, ചുരിദാർ സെറ്റ് 399 രൂപ മുതലും, ബെഡ്ഷീറ്റ് 99 രൂപ മുതലും, എക്സ്പോർട്ട് ക്വാളിറ്റി ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 399, പില്ലോ കവർ 29 രൂപ മുതലും ലഭ്യമാണ്. തൊടുപുഴ ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസിൻ്റെ വമ്പിച്ച റിഡക്ഷൻ സെയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസ് തൊടുപുഴ ഗാന്ധി സ്ക്വയറിന് സമീപം പാലാ റോഡിലാണുള്ളത്. 25 വർഷമായി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഷോപ്പാണ് ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസ്. നമ്മുടെ റിഡക്ഷനോടനുബന്ധിച്ച് എല്ലാ ഐറ്റംസും 50% മുതൽ ഡിസ്കൗണ്ടിലാണ് നമ്മൾ വിറ്റഴിക്കുന്നത്. കൈലി, കാവി, വെള്ളമുണ്ട് തുടങ്ങിയ എല്ലാ ഐറ്റംസും 99 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. പ്യുവർ കോട്ടൺ കൈലി 99 രൂപ, കാവിമുണ്ട് 99, കളർ കാവി 99, അതുപോലെ ഡബിൾ മുണ്ടുകൾ നമുക്ക് 199 രൂപ മുതൽ ഡബിൾ മുണ്ട്, സിംഗിൾ മുണ്ടാണെങ്കിൽ 149 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ റണ്ണിങ് മെറ്റീരിയൽ നമുക്ക് 39 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ അജറക്കിൻ്റെ പ്യുവർ കോട്ടൺ അജറക്ക് റണ്ണിങ് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് 69 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ പ്യുവർ കോട്ടൻ്റെ മെറ്റീരിയലെല്ലാം
39 രൂപ, 49 രൂപ, 59 രൂപ, 69 രൂപ, അങ്ങനെ എല്ലാം റിഡക്ഷനിലാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബെഡ്ഷീറ്റുകൾ നമുക്ക് വരുന്നത് സ്റ്റാർട്ടിങ് 99 രൂപ, അതും ഡബിൾ കോട്ട് ബെഡ്ഷീറ്റുകൾ 99 രൂപ മുതൽ. അതുപോലെ നമുക്ക് ഡബിൾ കോട്ട് പ്യൂർ കോട്ടൺ ജയ്പൂർ ബെഡ്ഷീറ്റ് 169 രൂപ, ഫാമിലി കോട്ട് പ്യൂർ കോട്ടൺ ബെഡ്ഷീറ്റ് 249 രൂപ. അതുപോലെ എക്സ്പോർട്ട് ക്വാളിറ്റി ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് ഉണ്ട്. എക്സ്പോർട്ട് ക്വാളിറ്റി ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 399 രൂപ മുതൽ. എക്സ്പോർട്ട് ക്വാളിറ്റി ബെഡ്ഷീറ്റ് പ്യൂർ കോട്ടൺ ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 399 രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ പില്ലോ കവറുകൾ 29 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പില്ലോ കവറുകളെല്ലാം 29 രൂപ, 39 രൂപ. നല്ല വലിപ്പമുള്ള പില്ലോ കവറൊക്കെ 39 രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ കുർത്തികളാണെങ്കിൽ കുർത്തികൾ നമുക്ക് 99 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെറും 99 രൂപ മാത്രമാണുള്ളത്. അതുപോലെ കോട്ട് സെറ്റുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 249 രൂപയ്ക്കാണ്. ഇത് പ്യൂർ കോട്ട് സെറ്റ് വരുന്നത് 249 രൂപ നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. ഇതെല്ലാം കോട്ട് സെറ്റുകളാണ്. നമുക്ക് കോട്ട് സെറ്റുകളുടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. 299, 349, 399. അതുപോലെ ടോപ്പുകൾ 99 രൂപ കഴിഞ്ഞാൽ പിന്നെ 149 രൂപ, എല്ലാം 149 രൂപയുടെയാണ്. അതുപോലെ 199 രൂപ, 249 രൂപ. നല്ല ബാത്തിക് പ്രിൻ്റ് വരുന്നത് 249 രൂപ. അതുപോലെ 299 രൂപ. കോട്ടൺ സിൽക്കിൽ എംബ്രോയ്ഡറി വരുന്ന 299 രൂപ. അതുപോലെ നല്ല സിൽക്ക് മെറ്റീരിയലിൽ വീനക്ക് വരുന്നത് 399 രൂപയാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. അത് ചുരിദാർ മെറ്റീരിയൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് 399 രൂപ മുതലാണ്. 399 രൂപ. നല്ല കോട്ടൻ്റെ നല്ല വർക്കൊക്കെ ഉള്ള ചുരിദാർ സെറ്റുകൾ 499 രൂപ. ഇതെല്ലാം 499 ഐറ്റമാണ്. ഇതെല്ലാം 499 രൂപ. അജറക്ക്, അതുപോലെ വിത്ത് ഷോൾ വരുന്നത്, അല്ല വിത്ത് ലൈനിങ് വരുന്നത് എല്ലാം 499 രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ടിങ്. 399 രൂപ അല്ല, 499 രൂപ വരെ. റണ്ണിംഗ് മെറ്റീരിയൽ 39 രൂപ മുതൽ, വിചിത്ര സിൽക്ക് 49 മുതൽ, ജോർജറ്റ് 59 രൂപ മുതൽ, അജ്രക് കോട്ടൺ 69 മുതൽ, നൈറ്റി 99 മുതൽ, വണ്ണപ്പുറം മോഡൽ നൈറ്റി 199 മുതൽ, നൈറ്റി പീസ് 89 രൂപ മുതലും ലഭ്യമാണ്. സാരികൾ നമുക്ക് വരുന്നത് 139 രൂപ മുതലാണ്. ഇതെല്ലാം 139 രൂപയുടെ സാരികളാണ്. ഇതെല്ലാം 199, 299, 399 ആ റേഞ്ചിൽ എല്ലാം ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. നൈറ്റിയിലോട്ട് വരുവാണെങ്കിൽ നൈറ്റ് നമുക്ക് 99 രൂപ മുതൽ നൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വെറും 99 രൂപ. അതുപോലെ വണ്ണപ്പുറം നൈറ്റുകളാണെങ്കിൽ 199 രൂപ. അതുപോലെ ലേഡീസിൻ്റെ പാൻറ്റീസ് ആണെങ്കിൽ നമുക്ക് 29 രൂപ, 39 രൂപ ഒക്കെയാണ് ഉള്ളത്. അതുപോലെ ലേഡീസ് ബ്രായ് നമുക്ക് 49 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രോക്ക് നൈറ്റി 149 മുതലും, കുർത്തി 99 മുതലും, പലാസ പാൻ 69 മുതലും, ജെൻസ് ബെർമൂഡ 69 മുതലും, ജെൻസ് ബനിയൻ 79 മുതലും, പാൻസ് 29 മുതലും, കോട്ട് സെറ്റ് 249 രൂപ മുതലും ലഭ്യമാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ കടയിൽ തന്നെയാണ്. അതിൻ്റെ ഡ്രസ്സൊക്കെ ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നു. ഈ കടയിൽ നല്ലതാണ് ഇഷ്ടം. ഉണ്ടുണ്ട്. തുണിയാണെങ്കിൽ കുഴപ്പമില്ല. അതെ, തുണിയും കുഴപ്പമില്ല. പ്രൊഡക്ഷൻ ഓണത്തിന് തുടങ്ങി ഇതുവരെ ഒന്നും തീർന്നിട്ടില്ല. ഞങ്ങളെല്ലാത്തിനും കൂടെ തന്നെയാണ്. തൊടുപുഴ ഗാന്ധി സ്ക്വയറിന് സമീപം പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസിലേക്ക് എല്ലാ ഉപഭോക്താക്കളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഒറ്റപ്പെട്ട കുടുംബങ്ങൾ തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. ഇന്നലെ കളക്ടറേറ്റിൽ നടന്ന ചർച്ചയിൽ കുടുംബങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനങ്ങളിൽ കുടുംബങ്ങൾ ചില ആശങ്കകൾ പങ്കുവച്ചിരുന്നു. തുടർന്ന് ജില്ലാ കളക്ടർ ഇന്നലെ രാത്രിയിൽ ക്യാമ്പിലെത്തി നടത്തിയ ചർച്ചയെ തുടർന്നാണ് കുടുംബങ്ങൾ തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ദുരന്തത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ട കുടുംബങ്ങളായിരുന്നു തങ്ങളുടെ പുനരധിവാസ കാര്യത്തിൽ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന പരാതി ഉയർത്തി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ഇന്നലെ രാവിലെ കളക്ടറേറ്റിൽ യോഗം ചേരുകയും കുടുംബങ്ങളുടെ പുനരധിവാസം സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ തീരുമാനങ്ങളിൽ വേണ്ടത്ര വ്യക്തതയില്ലെന്നായിരുന്നു കുടുംബങ്ങളുടെ പരാതി. ഇൻഷുറൻസ് പരിരക്ഷയുടെ തുക സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നും ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അർഹതയുള്ള കുടുംബങ്ങളുടെ പട്ടികയിൽ കൃത്യത വരുത്തണമെന്നുമായിരുന്നു പ്രധാന ആവശ്യം. കുടുംബങ്ങൾ പ്രതിഷേധം തുടർന്നതോടെ ഇന്നലെ രാത്രി ജില്ലാ കളക്ടർ നേരിട്ട് ക്യാമ്പിലെത്തി കുടുംബങ്ങളുമായി ചർച്ച നടത്തി. കുടുംബങ്ങൾ ഉയർത്തിയ ആശങ്കകളിൽ പരിഹാരം കണ്ടതായി കളക്ടർ പറഞ്ഞു. തകർന്ന വീടുകളും അപകട ഭീഷണി നിലനിൽക്കുന്ന വീടുകൾക്കുൾപ്പെടെ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുക. കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി ഇതൊരു കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ട് അവർക്ക്.
ആ ഇൻഷുറൻസ് തുകയുടെ പരമാവധി ലഭ്യമാക്കാൻ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു തീരുമാനം കൂടിയുണ്ട്. ഇൻഷുറൻസ് തുക പര്യാപ്തമല്ലാതെ വരികയാണെങ്കിൽ അതിന് കൂടുതൽ തുക ലഭ്യമാക്കാനുള്ള ഒരു തീരുമാനം കൂടി ഇന്നത്തെ മീറ്റിങ്ങിലുണ്ട്. പിന്നെ ഈ 30 പേരിൽ കൂടുതൽ ഇപ്പം ആശങ്കയുള്ളവരുടെ പ്രത്യേകം പരിശോധിക്കാമെന്ന് ഇപ്പോൾ അവരുടെ ഒരു ആശങ്ക ഉണ്ടായിരുന്നത് അതിപ്പോൾ അവരായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ 30-നപ്പുറം, അതായത് അപകട മേഖലയ്ക്ക് അപ്പുറം താമസിക്കുന്നവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഡിസാസ്റ്ററിൽ ബാധിക്കപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് ഒരു പുനരധിവാസം ഉറപ്പുവരുത്തുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഇപ്പോഴും സൂചിപ്പിച്ച ഒരു കേസിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ പുനരധിവാസത്തിന് തടസ്സം ഉണ്ടാവും. ആ തടസ്സം അത് ബാക്കിയുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കില്ല എന്നല്ല, തീർച്ചയായിട്ടും പരിശോധിക്കും. ഇപ്പോഴെത്രയും പെട്ടെന്ന് ഈ പരിരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം. ഇപ്പൊ കുറച്ച് ആശങ്ക പറഞ്ഞല്ലോ, അതെല്ലാം പരിഹരിക്കപ്പെട്ട സ്ഥിതിക്ക്, ജനങ്ങളുടെ ആശങ്കയെല്ലാം പരിഹരിക്കപ്പെട്ട സ്ഥിതിക്ക് നാളെ നിർമ്മാണത്തിന് തടസ്സമൊന്നുമില്ല. പക്ഷെ ഇവിടെ ആ റീറ്റെയിനിങ് വാൾ ഉടനെ കെട്ടേണ്ടത് വളരെ അത്യാവശ്യമുണ്ടത്. ഇല്ലേ പിന്നെ കൂടുതൽ ഇനിയിപ്പോൾ മഴ വരുമ്പോഴത്തേക്ക് ഈ ചെളിയെല്ലാം കൂടി ഒഴിച്ച് ടൗണിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ അവരോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നാളെ തന്നെ തുടങ്ങാൻ പറയാം. ആശങ്കകളിൽ വ്യക്തത വരുത്തിയതോടെ കുടുംബങ്ങൾ പ്രതിഷേധം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു. പുനരധിവാസ കാര്യത്തിൽ തീരുമാനമാകാതെ ദേശീയപാതയിലെ മണ്ണ് നീക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു കുടുംബങ്ങളുടെ തീരുമാനം. പ്രതിഷേധം അവസാനിപ്പിച്ചതോടെ റോഡിലെ മണ്ണ് നീക്കാനും തീരുമാനമായി. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് പ്രദേശത്തെ റെഡ്, ഓറഞ്ച് സോണുകളായി തിരിച്ചിരുന്നു. റോഡ് സോണിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളെ താൽക്കാലികമായി വാടക വീടുകളിലേക്ക് മാറ്റുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓറഞ്ച് സോണിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങൾക്ക് വീടുകളിലേക്ക് തിരികെ പോകാം. അതിനു മുന്നോടിയായി കുടുംബങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വീടുകളുടെ സുരക്ഷ വിലയിരുത്തും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുതലക്കോടും സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വിദ്യാലക്ഷ്മി എസ് ക്ലാസ് നയിച്ചു. പ്രിൻസിപ്പൽ ജിനോ ജോർജ്, സ്കൗട്ട് മാസ്റ്റർ അമൽ ജോൺ, ഗൈഡ് ക്യാപ്റ്റൻ ജിജി ജോർജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് യുവതലമുറയെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലാസ് നടത്തിയത്. മയക്കുമരുന്ന് ആസക്തിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട നിരവധി ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികളുടെ അവബോധത്തെക്കുറിച്ച് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വിദ്യാലക്ഷ്മി എസ് ക്ലാസ് നയിച്ചു. മയക്കുമരുന്നിനോടുള്ള ആസക്തി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ ദോഷകരമായി ബാധിക്കുമെന്നും അതിൽ പരാമർശിച്ചു. നമുക്കൊക്കെ ഒരു കുഴപ്പവുമില്ലാതെ ശ്വസിക്കാൻ പറ്റും അല്ലേ? ശ്വസിക്കുന്നതിന് നമുക്കൊരു കുഴപ്പമില്ല. ആ പയ്യന് ശ്വസിക്കാൻ പറ്റില്ല. ഒരു സ്ട്രോയിൽ കൂടി ചെറുതായിട്ട് ശ്വാസം എടുക്കുന്നത് മാതിരിയാണ് ആ പയ്യൻ ശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി ഒരിക്കലും അയാളുടെ ശ്വാസകോശം പഴയപടി ഹെൽത്തി ആവില്ല. അത്രയും നശിച്ചു. ഈ ഒരു 12 വർഷക്കാലത്തെ, അതായത് 12 വയസ്സ് മുതൽ സിഗരറ്റ് ഉപയോഗിച്ച് തുടങ്ങിയതാണ്. ഈ ഒരു 12 വർഷക്കാലത്തെ സിഗരറ്റ് ഉപയോഗം കൊണ്ട് ശ്വാസകോശം പൂർണ്ണമായി നശിച്ചു, ഹൃദ്രോഗിയായി മാറി. സ്കൂൾ പ്രിൻസിപ്പൽ ജിനോ ജോർജ്, സ്കൗട്ട് മാസ്റ്റർ അമൽ ജോൺ, ഗൈഡ് ക്യാപ്റ്റൻ ജിജി ജോർജ് എന്നിവർ നേതൃത്വം നൽകി. സ്കൗട്ട് അംഗം മാസ്റ്റർ അബിറ്റോ ബിജു സ്വാഗതവും ഗൈഡ് അംഗം അലീന സുനിൽ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയിൽ അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയം നവംബർ 3 പ്രവർത്തനം ആരംഭിക്കും. ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. റേഷൻ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൊടുപുഴ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് സദ്ഭാവന മണ്ഡപം നവംബർ 3 കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയപാത 85 അടിമാലി ലക്ഷം വീട് ഭാഗത്ത് മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നടപടികൾ തുടങ്ങി. ദേശീയപാത അതോറിറ്റിയുടെ നിരീക്ഷണത്തിൽ കരാർ കമ്പനിയാണ് മണ്ണ് നീക്കുന്നത്. എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം കോതമംഗലത്ത് ആരംഭിച്ചു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.